ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഒരു കാഫിറത്തായ ഒരു സ്ത്രീ, ഒരു മുസ്ലിമല്ല, അടിമയാണ്, അതോടൊപ്പം തന്നെ കറുകറുത്ത നിറവുമാണ്. ഈ സ്ത്രീ വലിയൊരു പരീക്ഷണത്തിൽ അകപ്പെട്ട സംഭവം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇവര് ഒരു അറേബ്യൻ ഗോത്രത്തിലെ ഒരു കുടുംബത്തിൽ ജോലിക്കാരിയായി വൃത്തിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കെ ആ വീട്ടിലെ കുട്ടിയുടെ ഒരു വിശാഖ് എന്ന് പറഞ്ഞ അരപ്പട്ട മോഷണം പോയി. അരപ്പട്ട തൊലി കൊണ്ടുണ്ടാക്കിയതാണ്, അതിന് മാംസത്തിന്റെ നിറമാണ്, അതോടൊപ്പം തന്നെ സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും വിലപിടിപ്പുള്ളൊരു അരപ്പട്ടയാണ്. അരപ്പട്ട മോഷണം പോയി. സ്വാഭാവികമായിട്ടും വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയെ തെറ്റിദ്ധരിച്ചു. അവരായിരിക്കാം അതെടുത്തത് എന്ന് വിചാരിച്ച് അവരെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞാനതെടുത്തിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ നിരപരാധിയാണ്. പക്ഷെ വീട്ടുകാരെ വിട്ടില്ല. അവർ പിടികൂടി ചോദ്യം ചെയ്യുകയും ആ സ്ത്രീയെ ദേഹപരിശോധന നടത്തുകയും ചെയ്തു. എത്രത്തോളം രഹസ്യഭാഗത്ത് പോലും അവർ പരിശോധിച്ചു. ആ സ്ത്രീ വല്ലാതെ പ്രയാസപ്പെട്ടു. അവർ പറഞ്ഞു, ഞാൻ നിരപരാധിയാണ്, ഞാനതെടുത്തിട്ടില്ല. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ സ്ത്രീ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ കാഫിറാണ്, എന്നിട്ട് പോലും അവർ പ്രാർത്ഥിച്ചു, പടച്ചവനെ എൻ്റെ നിരപരാധിത്വം നീ ഒന്ന് തെളിയിക്കണം. ഞാൻ നിരപരാധിയാണ്, എന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു, എന്നെ ദേഹപരിശോധന നടത്താൻ, ഞാനത് എടുത്തിട്ടില്ല, നീ ഒന്ന് തെളിയിക്കണം. അങ്ങനെ ദേഹപരിശോധന നടന്നുകൊണ്ടിരിക്കെ ഒരു പരുന്ത് പറന്നു വന്ന് ഈ വിഷാഹാരപ്പെട്ട അവരുടെ മുന്നിലേക്ക് ഇടുകയാണ്. അപ്പൊ പരുന്ത് ഇത് മാംസത്തിന്റെ നിറം കണ്ടിട്ട് മാംസമാണെന്ന് വിചാരിച്ച് പരുന്ത് കൊത്തിക്കൊണ്ടുപോയതാണ്. ഈ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് പരുന്ത് കൊണ്ടുപോയി ഇങ്ങനെ ഇവരുടെ മുന്നിലേക്ക് അരപ്പട്ടിട്ട് കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സ്ത്രീ മോഷ്ടിച്ചിട്ടില്ല, ഇവര് നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ സ്ത്രീ അവരോട് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജോലിക്കില്ല, എന്നെ നിങ്ങൾ മോചിപ്പിക്കണം, ഞാൻ പോവുകയാണ്. അങ്ങനെ അവരിൽ നിന്ന് മോചിതയായ സ്ത്രീ നേരെ മദീന ലക്ഷ്യമാക്കി നടക്കുകയാണ്. മദീനയിലെത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നബിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നബിയുടെ മുന്നിൽ വെച്ച സ്ത്രീ ഇസ്ലാം സ്വീകരിക്കുകയാണ്. മുസ്ലിമായി കഴിഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് പോകാൻ വീടില്ല. മദീന പള്ളിക്ക് അകത്ത് തന്നെ ഒരു ടെന്റ് കെട്ടി കൊടുത്തു. അങ്ങനെ മദീന പള്ളിക്ക് അകത്ത് ആ സ്ത്രീയെ താമസിപ്പിക്കുകയാണ്. ആയിഷ ബീവിയുടെ അയൽവാസിയാണ്, നബിയുടെ വീട്ടിലെ നിത്യ സന്ദർശകയാണ്. ആയിഷ ബീവിയുടെ അടുക്കൽ ഇടക്കിടക്കിന് വർത്തമാനം പറയാൻ വേണ്ടി സ്ത്രീ വരും. ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്ന് പറഞ്ഞൊരു കവിത പാടുകയാണ്. അരപ്പട്ട കാണാതെ പോയ ദിവസം, റബ്ബ് അത്ഭുതം കാണിച്ച ദിവസമാണ് എന്നിങ്ങനെ പാടിയപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, അതെന്താ സംഭവം, എന്താണ് അരപ്പട്ടയുടെ സംഭവം? അപ്പോഴാണ് ആയിഷ ബീവിയോട് ഈ സ്ത്രീ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ആയിഷ ബീവി സംഭവം അറിയുന്നത്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു ഗുണപാഠമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദ്ദിതന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ്, മർദ്ദിതന്റെ പ്രാർത്ഥനയുടെയും അല്ലാഹുവിന്റെയും ഒരു മറയുമില്ല. ആകാശത്തേക്ക് ഇടതടവില്ലാതെ കയറി പോകുന്ന ദുആയാണ് മർദ്ദിതന്റെ ദുആ. അല്ലാഹു അവനോട് പറയും, ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ, നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും, അല്പം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. വലൗ കാഫിറ, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തി കാഫിറാണെങ്കിൽ പോലും അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കും. അങ്ങനെ ഒരു ദുആയേ ഉള്ളൂ. ആ ദുആ ചെയ്യുന്നയാളുടെ ഭക്ഷണം ഹലാലാകണമെന്നില്ല, വസ്ത്രം ഹലാലാകണമെന്നില്ല, ഒരു നിബന്ധനയും ഇല്ലാതെ അല്ലാഹു സ്വീകരിക്കുന്ന ഒരേ ഒരു ദുആ മർദ്ദിതന്റെ ദുആയാണ്. കാഫിറാണെങ്കിൽ പോലും പടച്ചോൻ സ്വീകരിക്കും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, ഈ പെണ്ണ് കാഫിറാണ്, അവൾ അടിമയാണ്, അവൾ കറുത്തവളാണ്, അബലയാണ്. നമ്മുടെ മാനദണ്ഡം അനുസരിച്ച് നോക്കിയാൽ ഒരു യോഗ്യതയും അവൾക്കില്ല. പക്ഷേ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന ആ പ്രാർത്ഥന ഏഴാനാകാശത്ത് അപ്പുറത്തുനിന്ന് പടച്ചോൻ സ്വീകരിക്കുകയാണ്. അള്ളാഹു അവരുടെ നിരപരാധിത്വം തെളിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ദുൽമ ചെയ്യാൻ നിൽക്കരുത്. മദ്ലൂമിന്റെ ദുആ പടച്ചോൻ തട്ടിക്കളയില്ല, അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക